Hi, my dear students. You are going to listen the Malayalam explanation of NCERT, Class 8 English, The Summit Within. ഇപ്പൊ സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ മൗണ്ടൻ പീക്ക്, ഒരു മൗണ്ടന്റെ ഏറ്റവും ഉന്നതത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ. അതാണ് ദ സമ്മിറ്റ് വിത്തിൻ എന്നുള്ളത് അർത്ഥം. വിത്തിൻ എന്ന് വെച്ചാൽ നമ്മളിൽ ഒരു മൗണ്ടൻ ഉണ്ട്, അതാണ് അതിന്റെ അർത്ഥം. നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ബിഫോർ യു റീഡ്, മേജർ HPS Ahluwalia was a member of the first successful Indian expedition to Mount Everest in 1965. ഈ ലെസണില് നമുക്കൊരാളെ കാണാം. അദ്ദേഹത്തിന്റെ പേരാണ് മേജർ HPS അഹ്ലുവാലിയ. അദ്ദേഹം ഇന്ത്യൻ എക്സ്പെഡിഷൻ, അതായത് ഈ മൗണ്ടൻ ക്ലൈംബിംഗ് ഉണ്ടല്ലോ, അപ്പൊ മൗണ്ട് എവറസ്റ്റില് ക്ലൈംബ് ചെയ്തതിൽ ഒരു സക്സസ്ഫുൾ ഇന്ത്യൻ ആയിരുന്നു HPS അഹ്ലുവാലിയ. ഏത് വർഷം? 1965. How did he feel when he stood on the highest point in the world? അപ്പൊ അദ്ദേഹം ആ ഒരു ഹയസ്റ്റ് പോയിന്റ്, വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നിന്നപ്പോ അദ്ദേഹത്തിന് എന്ത് ഫീലിംഗ് ആണ് തോന്നിയത്? Let us hear his story in his words. Climbing the summit and then the more difficult task of climbing the summit with it. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റോറി നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കേൾക്കാം. ആ ഒരു മൗണ്ട് എവറസ്റ്റ് അതിന്റെ പീക്കിൽ ക്ലൈംബ് ചെയ്തപ്പോ അതിലും വലിയൊരു ക്ലൈംബിംഗ് ആയിരുന്നു മനസ്സില്. സമ്മിറ്റ് വിത്ത് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ ഉയരങ്ങളിൽ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിൽ ചെന്നപ്പോ എന്താണ് അദ്ദേഹത്തിനുണ്ടായ ഫീലിങ്സ് എന്നാണ് ഈ ലെസൺ. Of all the emotions which surged through me as I stood on the summit of Everest, looking over miles of panorama below us. So of all the emotions which surged through me, surge means എൻ്റെ മനസ്സിൽ അങ്ങ് വന്ന, സഡൻ ആയിട്ട് വളരെ വേഗത്തിൽ ഉയർന്നു വന്ന ഇമോഷൻ. എപ്പോഴാണ്? ഞാൻ മൗണ്ട് എവറസ്റ്റിന്റെ മുകൾ ഭാഗത്ത് നിൽക്കുമ്പോൾ അവിടെ നിന്ന് മൈൽസ് ഓഫ് പനോരമ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ആ ഒരു വൈഡ് ഏരിയയിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ആ ഭംഗിയുള്ള ഒരു മൈലുകളോളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടപ്പോൾ ദ ഡോമിനന്റ് വൺ ഐ തിങ്ക് വാസ് ഹ്യൂമിലിറ്റി. എന്ത് ഫീലിംഗ് ആണ് എനിക്ക് വന്നത് എന്നാണ് അഹ്ലുവാലിയ പറയുന്നത്? ഹ്യൂമിലിറ്റി, അതായത് താഴാഴ്മ, അല്ലെങ്കിൽ ഒരു താഴ്ന്ന ഒരു ഫീലിംഗ്, ഒരു അഹങ്കാരത്തിന്റെ ഫീലിംഗ് അല്ലായിരുന്നു അത്. മനുഷ്യനെ മനസ്സിലാക്കുന്ന വളരെയധികം ഹ്യൂമിലിറ്റി ഉള്ള ഒരു ഫീലിംഗ് ആണ് തോന്നിയത്. അപ്പം ഒരു ഹ്യൂമിലിറ്റി എന്ന് വെച്ചാൽ മോഡസ്റ്റ് ഫീലിംഗ്. ഓക്കെ, സോ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഫീലിങ്ങിനാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. The physical in me seemed to say, thank God it's all over. അപ്പൊ എന്റെ ഫിസിക്കൽ ബോഡി എന്നോട് പറഞ്ഞു, ഓ ദൈവമേ നന്നായി, ഇതെല്ലാം തീർന്നല്ലോ, എങ്ങനെയോ കേറി പറ്റി. However, instead of being jubilant, there was a tinge of sadness. എന്തൊക്കെയായാലും ജുബിലന്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി മൂഡ് ആവുന്നതിന് പകരം എനിക്ക് ചെറിയൊരു ടിഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ചെറുതായിട്ട് ഒരു ഷെയ്ഡ് ഓഫ് സങ്കടം ഉണ്ടായിരുന്നു. Was it because I had already done the ultimate in climbing? കാരണം എന്താന്ന് എനിക്ക് അറിയില്ല. ഇനി ഞാൻ എന്റെ ക്ലൈംബിങ്ങിൽ ഏറ്റവും ഉയർച്ചയിൽ എത്തി, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കാം. And there would be nothing higher to climb and all roads hereafter would lead down. ഇനി ഒന്നും ക്ലൈംബ് ചെയ്യാനില്ല, അല്ല ഏറ്റവും വേൾഡിന്റെ ടോപ്പിൽ എത്തി. അപ്പൊ ഇനി എനിക്ക് എന്തായാലും ഉയർച്ചയില്ല, കാരണം ഞാൻ ഓൾറെഡി ഉയർച്ചയിൽ എത്തി, ഇനി താഴോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഫീലിംഗ് ആയിരിക്കാം. എനിക്കൊരു സാഡ്നെസ് ഫീൽ ചെയ്തു. By climbing the summit of Everest, you are overwhelmed by a deep sense of joy and thankfulness. അപ്പൊ സമ്മിറ്റ്, ആ ഒരു ഉയരത്തില് മൗണ്ടൻ പീക്കിൽ എത്തിക്കഴിഞ്ഞപ്പം വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി. ഒരു എൻ്റെ ഉള്ളിലൊരു ഡീപ്പ് സെൻസ് ഓഫ് സന്തോഷം, ജോയ്. അതുകൂടാതെ ദൈവത്തോടുള്ള ഒരു നന്ദി. ഇറ്റ്സ് എ ജോയ് വിച്ച് ലാസ്റ്റ് എ ലൈഫ് ടൈം. ഇത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു സന്തോഷമാണ്. ദ എക്സ്പീരിയൻസ് ചേഞ്ചസ് യു കംപ്ലീറ്റ്ലി. ആ ഒരു എക്സ്പീരിയൻസ്, ക്ലൈംബ് ചെയ്ത് കഴിയുമ്പോഴുള്ള എക്സ്പീരിയൻസ് നമ്മളെ ആകമാനം മാറ്റിക്കളയും. ദ മാൻ ഹു ഹാസ് ബീൻ ടു ദ മൗണ്ടൻസ് ഇസ് നെവർ ദ സെയിം അഗെയിൻ. അപ്പൊ ആ മൗണ്ടന്റെ മുകളിൽ എത്തിയ ഒരു വ്യക്തി തീർച്ചയായിട്ടും പിന്നീട് ആ ഒറിജിനൽ വ്യക്തി ആയിരിക്കില്ല, വേറൊരു ലെവലിലേക്ക് നമ്മൾ എത്തും എന്നാണ് അഹ്ലുവാലിയ പറയുന്നത്. As I look back at life after climbing Everest, I cannot help remarking about other summit.
the summit of the mind. അപ്പൊ അഹ്ലുവാലിയ പറയാണ് നമുക്ക് ഒരു സമ്മിറ്റ് അല്ല ഉള്ളത്, നമ്മുടെ മനസ്സിനും ഒരു സമ്മിറ്റ് ഉണ്ട്. എന്താണ്? നമ്മുടെ മനസ്സിനും, അതാണ് the summit with of the mind. Okay, so summit of the mind എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ പീക്ക്, no less formidable and no easier to climb. അതത്ര എളുപ്പത്തില് സാധിക്കുന്ന ഒന്നല്ല. പിന്നെന്താണ്? ഫോർമിഡബിൾ. ഫോർമിഡബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്പയറിംഗ് ഫിയർ ആണ്. ഫോർമിഡബിൾ മീൻസ് ഇൻസ്പയറിംഗ് ഫിയർ ഓർ റെസ്പെക്ട്. ഓക്കെ, അപ്പൊ ഒരു റെസ്പെക്റ്റ് ആണോ? നോ ഈസിയർ ടു ക്ലൈംബ്, അതൊരു എളുപ്പത്തിലുള്ള പണിയൊന്നും ആയിരുന്നില്ല. ഏത്? നമ്മുടെ സമ്മിറ്റ്, മനസ്സിന്റെ സമ്മിറ്റിൽ എത്തിച്ചേരുക എന്നത്. Even when getting down from the summit, once the physical exhaustion had done, I began asking myself the question why I had climbed Everest. അപ്പൊ ക്ലൈംബ് ഒക്കെ ചെയ്തതിന് ശേഷം ബോഡിയിൽ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കുകയാണ്, എന്തിനാണ് ഞാൻ ഈ ക്ലൈംബ് ചെയ്തത്? Why did the act of reaching the summit have such a hold on my imagination? എന്തിനാണ് ഞാൻ ഇത്ര ഇമാജിനേഷൻ ഒക്കെ നടത്തി ഇവിടെ കയറിയത്? It was already a thing of the past, something done yesterday. With every passing day, it would become more remote. And then what would remain? Would my memories fade slowly away? ഞാൻ ഇതൊക്കെ കയറി കഷ്ടപ്പെട്ട് ഇറങ്ങിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഓരോ ദിവസം കഴിയും തോറും ഈ ഓർമ്മകളും ഈ സമ്മിറ്റ് കയറിയതൊക്കെ ഇങ്ങനെ മാഞ്ഞു പാഞ്ഞു പോകൂലേ? പിന്നെ എന്തായിരിക്കും ബാക്കിയിരിക്കുക? ഈ മെമ്മറീസ് ഒക്കെ മാഞ്ഞു പാഞ്ഞു പോകും. അപ്പൊ ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ലേ എന്നൊരു ചിന്ത നമ്മുടെ റൈറ്ററിന് വരികയാണ്. ഇതാണ് അഹ്ലുവാലിയ കേട്ടോ. All these thoughts led me to question myself as why people climb mountains. എന്തിനാ ഈ ആളുകൾ ഇത്രയും കഷ്ടപ്പെട്ട് മൗണ്ടൻ കയറുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. It's not easy to answer the question. The simplest answer would be, as others have said, because it is there. സിമ്പിൾ ആയിട്ട് പറയാം, അത് അവിടെ ഉണ്ടായിരുന്നോണ്ട് എല്ലാരും കയറുന്നു, മൗണ്ട് എവറസ്റ്റ് ഉണ്ടായിരുന്നോണ്ട്. അല്ലാതെ എന്തിനാണ് ഈ ആളുകൾ ഇത്രയും കഷ്ടപ്പെട്ട് ജീവൻ പോലും പണയം വെച്ചിട്ട് അതിന്റെ മുകളിലിട്ട് കയറുന്നതെന്ന് അദ്ദേഹം ആലോചിച്ചു പോവാണ്. ഇറ്റ് പ്രസന്റ്സ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടീസ്. എന്തോ ഒരു കഷ്ടപ്പാടുകളുണ്ട്. മാൻ ടേക്സ് ഡിലൈറ്റ് ഇൻ ഓവർകമ്മിങ് ഒബ്സ്റ്റക്കിൾസ്. മനുഷ്യര് ഇങ്ങനെ ഓവർകമ്മിങ് കഷ്ടപ്പാടുകളും ഇങ്ങനെ ഒബ്സ്റ്റക്കിൾസ് വന്നതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. The obstacles in climbing a mountain are physical. മെയിൻ പ്രോബ്ലം എന്താണ്? നമ്മുടെ ശരീരം, അതായത് അത്രയും കിലോമീറ്ററുകളോളം പൊക്കത്തിൽ കയറുമല്ലേ. അപ്പൊ നമ്മുടെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എ ക്ലൈംബ് ടു എ സമ്മിറ്റ് മീൻസ് എൻഡ്യൂറൻസ്. എൻഡ്യൂറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ സഹിക്കാനുള്ള ഒരു കഴിവ്. പെർസിസ്റ്റൻസ് ആൻഡ് വിൽ പവർ, നമുക്ക് നിൽക്കാനുള്ള കഴിവ്, നമ്മുടെ മനോധൈര്യം. ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് എന്തൊക്കെയാണ് വേണ്ടത് സമ്മിറ്റ് കയറാൻ? എൻഡ്യൂറൻസ് വേണം, പെർസിസ്റ്റൻസ് വേണം, വിൽ പവറും വേണം. The demonstration of these physical qualities is no doubt exhilarating, as it was for me also. ഈ ക്വാളിറ്റീസ്, എൻഡ്യൂറൻസ്, പെർസിസ്റ്റൻസ്, വിൽ പവർ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്വാളിറ്റീസ് നമ്മളെ ഭയങ്കര എക്സൈറ്റിംഗ് ആക്കും, നമ്മൾ ഭയങ്കര ഫീലിംഗ് ഉള്ളവരാക്കും. I have a more personal answer to the question. From my childhood, I have been attracted by mountains. അപ്പൊ അദ്ദേഹം പറയണ അത് എന്തുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ റീസൺ എന്താണ് മൗണ്ടൻ കയറാൻ കാരണം? ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തിന് മൗണ്ടൻസ് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തിരുന്നു. ഐ ഹാഡ് ബീൻ മിസറബിൾ, ലോസ് വെൻ എവേ ഫ്രം ദ മൗണ്ടൻസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് മുതൽ മൗണ്ടൻസ് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ മൗണ്ടൻസിന് ദൂരേട്ടാണെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കര നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം എപ്പോഴൊക്കെയാണ് സാധാരണ പ്ലെയിൻസ് ഏരിയ, സാധാരണ ഏരിയകളിലൊക്കെ നടക്കുക, അദ്ദേഹത്തിന് ഭയങ്കര വിഷമം അത് കാണുമ്പോൾ. മൗണ്ടൻസ് എപ്പോഴും അട്രാക്ട് ചെയ്തിരുന്നു. മൗണ്ടൻസ് ആർ നേച്ചർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. അപ്പൊ ഈ മൗണ്ടൻസിൽ നമുക്ക് നേച്ചറിന്റെ ഏറ്റവും ബ്യൂട്ടി കാണാൻ പറ്റും. There's beauty and majesty pose a great challenge, and like many, I believe that mountains are the means of communication with God. അതുകൂടാതെ ഞാൻ വിശ്വസിച്ചിരുന്നു ആ മൗണ്ടനിൽ ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അവിടെ നിന്ന് ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. കാരണം ഒത്തിരി മുകളിലാണല്ലോ. ഇപ്പൊ സ്കൈയിലാണ് ദൈവം ജീവിക്കുന്നത്, ആകാശത്തിലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആകാശമായിട്ട് ഏറ്റവും അടുത്തായിരിക്കും മൗണ്ടൻ ഇരിക്കുക. അതുകൊണ്ട് തന്നെ മൗണ്ടൻ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഗോഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു.
അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മൗണ്ടനറിങ്ങിനോട് ഒരു ആഗ്രഹം വന്നത്. Once having granted this, the question remains, why Everest? Okay, മൗണ്ടൻസ് ഇഷ്ടമാണ്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ മൗണ്ട് എവറസ്റ്റ് സെലക്ട് ചെയ്തത്? ബിക്കോസ് ഇറ്റ് ഈസ് ദ ഹയസ്റ്റ്. അദ്ദേഹം മൗണ്ട് എവറസ്റ്റ് സെലക്ട് ചെയ്യാൻ കാരണം അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൗണ്ടൻ, ദ മൈറ്റിയസ്റ്റ്, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, ആൻഡ് ഹാസ് ഡിഫൈഡ് മെനി പ്രീവിയസ് അറ്റംപ്റ്റ്. അപ്പൊ കുറെ പേര് കുറെ അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ട്. ഡിഫൈഡ് മീൻസ് ഫ്രസ്ട്രേറ്റഡ് ഓർ റെസിസ്റ്റഡ്. കുറെ ആളുകൾ അധികം കേറാത്തതുമാണ്. ഇറ്റ് ടേക്സ് ദ ലാസ്റ്റ് ഔൺസ് ഓഫ് വൺ എനർജി. ഒരു മനുഷ്യന്റെ അവസാനത്തെ എനർജി ഡ്രോപ്പ് പോലും ആ ഒരു മൗണ്ടൻ എടുക്കും. അപ്പൊ അങ്ങനെ ഒരു ചാലഞ്ചാണ് അദ്ദേഹം ആലോചിച്ചത്. ഇറ്റ് ഈസ് എ ബ്രൂട്ടൽ സ്ട്രഗിൾ വിത്ത് റോക്സ് ആൻഡ് ഐസ്. ഇപ്പൊ മൗണ്ടനറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ തമ്മിലുള്ള ഫൈറ്റ് ആണ്? റോക്ക്, പാറകളും ഐസും തണുപ്പും എല്ലാം കൂടി ഭയങ്കര പാടാണ്. വൺസ് ടേക്കൺ അപ്പ് ഇറ്റ് കനോട്ട് ബി ഗിവൺ അപ്പ് ഹാഫ് അവേ ഈവൻ വെൻ വൺസ് ലൈഫ് ഈസ് അറ്റ് സ്റ്റേക്ക്. ഒന്ന് കയറി തുടങ്ങിയ, അറ്റംപ്റ്റ് തുടങ്ങിയ നമുക്ക് ഹാഫ് വേ നിർത്താൻ പറ്റില്ല. നമ്മുടെ ജീവിതം ഒരു എന്താണ് തൂക്കുപാലത്തിലാണെന്ന് ചിന്തിച്ചാൽ പോലും ദ പാസേജ് ബാക്ക് ഈസ് ആസ് ഡിഫിക്കൽട്ട് ആസ് ദ പാസേജ് ഓൺവേർഡ്. തിരിച്ചു പോരുക എന്നതും കയറുന്നതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൻഡ് ദെൻ when the summit is climbed there is an exhilaration, the joy of having done. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോ എന്തായിരിക്കും? ഒരാശ്വാസം, എന്തോ ചെയ്തു എന്നുള്ളൊരു സന്തോഷം. the sense of a battle fought and won. ഒരു യുദ്ധം ജയിച്ച, ഒരു ഫൈറ്റ് ചെയ്ത് ജയിച്ച ഒരു സന്തോഷമാണ് അവിടെ ചെല്ലുമ്പോൾ. there is a feeling of victory and happiness. അതുകൂടാതെ ഒരു ജയത്തിന്റെ സന്തോഷം കൂടിയുണ്ട്. ഇതൊക്കെയാണ് അവിടെ ചെന്നപ്പോ അദ്ദേഹത്തിന് ഫീൽ ചെയ്തത്, ഒരു ഹാപ്പിനെസ്. ഗ്ലിംസിങ് എ പീക്ക് ഇൻ ദ ഡിസ്റ്റൻസ്. ഗ്ലിംസിങ് എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തില്, അകലെ എന്നുള്ള നോട്ടത്തില്. ഐ ഗെറ്റ് ട്രാൻസ്പോർട്ടഡ് ടു അനദർ വേൾഡ്. ഞാനൊരു വേറൊരു വേൾഡിൽ എത്തിച്ചേർന്നു. ഐ എക്സ്പീരിയൻസ് എ ചേഞ്ച് വിത്തിൻ മൈസെൽഫ്. ഞാൻ ആ എന്താണ് മൗണ്ട് എവറസ്റ്റ് കണ്ട വഴി എന്റെ മനസ്സിലൊരു ചേഞ്ച് വന്നു. വിറ്റ് ക്യാൻ ഓൺലി ബി കോൾഡ് മിസ്റ്റിക്കൽ. അതൊരു സ്പിരിച്വൽ ഫീലിംഗ് ആയിരുന്നു, ദൈവിക സാന്നിധ്യമാണ് ആ മൗണ്ടൻ ഉള്ളത്. ബൈ ഇറ്റ്സ് ബ്യൂട്ടി, അലൂഫ്നെസ്, മൈറ്റ്, ruggedness and the difficulties encountered on the way. അപ്പൊ അദ്ദേഹത്തിന് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? അദ്ദേഹത്തിന് അലൂഫ്നെസ് ഉണ്ടായിരുന്നു. അലൂഫ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? എ സ്റ്റേറ്റ് ഓഫ് ബീങ് ഡിസ്റ്റന്റ്, എവിടെയോ അകലെയാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. മൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം, അതാണ്. ഓക്കെ, പോസിബിലിറ്റി, എബിലിറ്റി ആണ്. ഇനി അടുത്ത വേർഡ് എന്താണ്? റഗഡ്നെസ്. വാട്ട് ഡസ് മീൻ ബൈ റഗഡ്നെസ്? ഇപ്പൊ റഗഡ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ഫീലിംഗ്. ഓക്കെ, റഗഡ്നെസ് മീൻസ് സ്ട്രോങ്. ആൻഡ് ദ ഡിഫിക്കൽട്ടീസ് എൻകൗണ്ടേർഡ് ഓൺ ദ വേ. അപ്പോ ബ്യൂട്ടി ഉണ്ട്, അലോഫ്നെസ് ഉണ്ട്, സ്ട്രോങ്നെസ് ഉണ്ട്, അതോട് ടഫാന്നും അറിയാം. പക്ഷെ അതൊക്കെ അദ്ദേഹം മാറ്റിവെച്ചു. ദ പീക്സ് ഡ്രോസ് മീ ടു ഇറ്റ് ആസ് എവറസ്റ്റ് ഡിഡ്. ആ എവറസ്റ്റ് എന്നെ വിളിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇറ്റ്സ് എ ചാലഞ്ച് ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റെസിസ്റ്റ്. അതൊരു ചാലഞ്ച് ആണ്, അതൊരിക്കലും എനിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതിന് ബ്യൂട്ടിയാണ്, അത് അലൂഫ്നെസ്. അലൂഫ്നെസ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത് ഞാന്? ഒരു ഡിസ്റ്റന്റ് ആണ്, റിസർവ്ഡ് ആണ്. ഓക്കെ, അപ്പൊ അതത്ര എന്താണ്, ഭയങ്കര ഡിറ്റാച്ച് ഫ്രം അതേഴ്സ് ആണ് അലൂഫ്നെസ്. അപ്പൊ പേരൻസിന്റെയും റിലേറ്റീവ്സിന്റെയും ഒക്കെ അടുത്ത് ഒത്തിരി വിട്ടു നിൽക്കേണ്ടി വരും മാസങ്ങളോളം അല്ലെ? അതാണ് അലൂഫ്നെസ്. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ആ ക്ലൈം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ റെസിസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ലുക്കിംഗ് ബാക്ക് ഐ ഫൈൻഡ് ദാറ്റ് ഐ ഹാവ് നോട്ട് യെറ്റ് ഫുള്ളി എക്സ്പ്ലെയിൻ വൈ ഐ ക്ലൈംബ് എവറസ്റ്റ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സ്പെഡിഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന്. ഇറ്റ് ഈസ് ലൈക്ക് ആൻസറിങ് എ ക്വസ്റ്റ്യൻ, വൈ യു ബ്രീത്ത്. അതിന് ഒരു എന്താണ്, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്വസിക്കുന്നത്? അതേ റീസൺ കൊണ്ടാണ് ഞാൻ ക്ലൈംബ് ചെയ്തത്. വൈ ഡു യു ഹെൽപ്പ് യുവർ നെയ്ബർ? നീ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്ന നെയ്ബേഴ്സിനെ? വൈ ഡു യു വോണ്ട് ടു ഗോ ടു ഡു ഗുഡ് ആക്ട്സ്? എന്തുകൊണ്ടാണ് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്? ദർ ഇസ് നോ ഫൈനൽ ആൻസർ പോസിബിൾ. അപ്പൊ ഇതുപോലെയുള്ള ഒരു ആൻസർ ആണ് ഏതിനുള്ളൂ, വൈ ഐ ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ് എന്ന ക്വസ്റ്റ്യനുള്ളൂ. ആൻഡ് ദെൻ
there is a fact that Everest is not just a physical climb. എവറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്ലൈം മാത്രമല്ല. The man who has been to the mountain top becomes conscious in a spatial manner of his own smallness in the large universe. അങ്ങനെ ആ മൗണ്ടന്റെ ടോപ്പിൽ എത്തുന്ന ഒരു വ്യക്തി വ്യക്തമായിട്ട് അയാൾക്ക് മനസ്സിലാവും നമ്മൾ ഈ ലോകത്തെ എത്ര ചെറുതാണ്, എന്താണ് നമ്മൾ ഈ ലോകത്തെന്ന് മനസ്സിലാവും. The physical conquest of a mountain is only one part of the achievement. ആ ഫിസിക്കൽ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്തി എന്ന് ആളുകൾ അറിയുന്നത്, ഫേമസ് ആവുന്നത് എല്ലാം ഒരു പാർട്ട് മാത്രമാണ്. അതിലും അപ്പുറത്ത് എന്തോ ഉണ്ട്. There is more to it than that. It is followed by a sense of fulfillment. അതെന്താണ്? നമുക്ക് എന്താ കിട്ടുന്നത്? അങ്ങനെ കയറി കഴിയുമ്പോൾ മനസ്സിനൊരു എന്താണ്, നമ്മൾ എന്തോ ചെയ്തു എന്നുള്ള ഒരു മനസ്സിന്റെ നിറവ് കിട്ടുകയാണ്. There is a satisfaction of a deep urge to rise above one's surroundings. നമുക്കൊരു സന്തോഷം കിട്ടുകയാണ്, മനസ്സിനൊരു തൃപ്തി കിട്ടുകയാണ്, നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിൽ എന്തോ ചെയ്തു. ഇറ്റ് ഇസ് എ എറ്റേണൽ ലവ് ഫോർ അഡ്വഞ്ചർ ഇൻ മാൻ. എല്ലാ മനുഷ്യരിലും ഒരു അഡ്വഞ്ചർ ഉണ്ട്, ഒരു അഡ്വഞ്ചറസ് മാൻ ഉണ്ട്. അതിനോട് നമ്മൾ സ്നേഹിക്കും. അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. ദ എക്സ്പീരിയൻസ് ഇസ് നോട്ട് നിയർലി ഫിസിക്കൽ. അതായത് ആ ഒരു കിട്ടുന്ന സന്തോഷം ഫിസിക്കൽ സന്തോഷമല്ല, ഇറ്റ് ഈസ് ഇമോഷണൽ. നമ്മുടെ മനസ്സിനൊരു സന്തോഷം, നമ്മൾ ഇത്രയൊക്കെ ചെയ്ത ആ മൗണ്ട് എവറസ്റ്റിൽ എത്തിയല്ലോ. അപ്പൊ ഇറ്റ് ഈസ് സ്പിരിച്വൽ. ദൈവത്തോട് നമ്മൾ അടുക്കുകയാണ്, ദൈവം നമ്മളെ സഹായിച്ചു ഇത്രയും ഒരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട്, നമുക്കൊരു ആപത്തും വരുത്താതെ നമ്മളെ സഹായിച്ചു എന്നുള്ളൊരു ഫീലിംഗും, എല്ലാ ഒരു ഫീലിംഗും ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഫീലിംഗ് ആയിരിക്കും ഇങ്ങനെ മൗണ്ട് എവറസ്റ്റ് കയറി കഴിയുമ്പോൾ കിട്ടുക. കൺസിഡർ എ ടിപ്പിക്കൽ കാർ ടുവേർഡ്സ് എ സമ്മിറ്റ് ഓൺ ദ ലാസ്റ്റ് ഹൈറ്റ്. യു ആർ ഷെയറിങ് എ റോപ്പ് വിത്ത് അനദർ ക്ലൈംബർ. അപ്പൊ ഇതിനെ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ റോപ്പൊക്കെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും. യു ഫേം ഇൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഹി കട്ട്സ് എ സ്റ്റെപ്പ് ഇൻ ദ ഹാർഡ് ഐസ്. ഇപ്പൊ കയറി മുകളിലേക്ക് പോകാൻ വേണ്ടി നമ്മള് ഐസ് ഇങ്ങനെ കൊത്തി സ്റ്റെപ്പ് ഉണ്ടാക്കും മുകളിലേക്ക് കയറാൻ. ദെൻ ഹി ബിലേസ് എന്ന് വെച്ചാൽ റോപ്പ് ഫിക്സ് ചെയ്യും. ആൻഡ് യു ഇഞ്ച് യുവർ വേ അപ്പ്. എന്നിട്ട് റോപ്പ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വലിഞ്ഞു കയറും. ദ ക്ലൈംബ് ഇസ് ഗ്രിം. അതത്ര എളുപ്പമുള്ള പണിയല്ല. യു സ്ട്രെയിൻ എവറി നെർവ് ആസ് യു ടേക്ക് എവറി സ്റ്റെപ്പ്. നമുക്ക് ഭയങ്കര സ്ട്രെയിൻ എടുക്കും. ഓരോ പ്രാവശ്യവും നമ്മുടെ നെർവിന് ഭയങ്കര സ്ട്രെയിൻ ആണ് ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും. ഫേമസ് ക്ലൈംബേഴ്സ് ഹാവ് ലെഫ്റ്റ് റെക്കോർഡ്സ് ഓഫ് ദ ഹെൽപ്പ് ഗിവൺ ബൈ അതേഴ്സ്. അപ്പൊ ഫേമസ് ക്ലൈംബേഴ്സ് ഒക്കെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫെലോ ഫ്രണ്ട്സ് ഉണ്ടല്ലോ കൂടെ ക്ലൈംബ് ചെയ്യണം, ഒത്തിരി പേര് ഒരുമിച്ചാണല്ലോ ക്ലൈംബ് ചെയ്യണേ, അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ദേ ഹാവ് ഓൾസോ റെക്കോർഡഡ്, അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഹിസ്റ്ററിയിൽ. ഹൗ ദേ നീഡഡ് ജസ്റ്റ് ദാറ്റ് ഹെൽപ്പ്, എൽസ് ദേ മൈറ്റ് ഹാവ് ഗിവൺ അപ്പ്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ കോ ക്ലൈംബേഴ്സിന്റെ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ല. ബ്രീത്തിങ് ഇസ് ഡിഫിക്കൽട്ട്. അപ്പൊ ഈ ഓൾട്ടിറ്റ്യൂഡ് ഒക്കെ ചേഞ്ച് ചെയ്യൂലോ നമ്മള് ഇങ്ങനെ കയറി പോകുമ്പോ. അപ്പൊ ബ്രീത്ത് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഓക്സിജൻ ഒക്കെ വേണ്ടി വരും. യു കേഴ്സ് യുവർ സെൽഫ് ഫോർ ഹാവിങ് ലെറ്റ് യുവർ സെൽഫ് ഇൻ ഫോർ ദിസ്. അവസാനം നമ്മൾ ശപിക്കും, ഓ ഇതെന്തിനാണ് ഞാൻ ഈ കയറാൻ പോയെന്നൊക്കെ. യു വണ്ടർ വൈ യു എവർ അണ്ടർടുക്ക് ദ അസെന്റ്. സോ എന്തുകൊണ്ടാണ് ഞാൻ ഈ ക്ലൈംബിങ് അസെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈംബ് ചെയ്തത് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വണ്ടർ ആവും. There are moments when you feel like going back. പല സമയത്തും നമുക്ക് തോന്നും ഒന്ന് തിരിച്ചു പോയാലോ എന്ന് ചിന്തിക്കും. It would be sheer relief to go down. താഴോട്ട് പോകുമ്പോ ഒരു സമാധാനമുണ്ട്, നമ്മൾ നാട്ടിലേക്ക് അടുത്താണല്ലോ. ഇൻസ്റ്റെഡ് ഓഫ് മുകളിലേക്ക് പോകുമ്പോ നമ്മുടെ ചിന്ത എന്താ, ഓ ഇനി പോയ വഴി മുഴുവൻ താഴോട്ട് ഇറങ്ങണം എന്നല്ലേ. അപ്പൊ താഴോട്ട് ഇറങ്ങാൻ നമുക്ക് ഒരു ആശ്വാസം തോന്നും. ബട്ട് ഓൾമോസ്റ്റ് അറ്റ് വൺസ് യു സ്നാപ്പ് ഔട്ട് ഓഫ് ദാറ്റ് മൂഡ്, പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു മൂഡിൽ നിന്ന് മാറും. There is something in you that does not let you give up. അപ്പൊ നമ്മുടെ മനസ്സുണ്ട്, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്, അങ്ങനെ നമ്മൾ തോറ്റ് ഇറങ്ങരുത്, വീണ്ടും മുകളിലായിട്ട് പോണം എന്ന് പറയുന്ന ഒരു മനസ്സിന്റെ ഒരു ഫീലിംഗ് ഉണ്ട്. അതാണ് നമ്മളെ സക്സസ്ഫുൾ ആക്കുന്നത്. ആൻഡ് യു ഗോ ഓൺ. അങ്ങനെ നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് പോകും. യുവർ കമ്പാനിയൻ കീപ്സ് അപ്പ് വിത്ത് യു. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ തരും. ജസ്റ്റ് അനദർ 50 മീറ്റർ, ഇനി ഒരു 50 മീറ്റർ കൂടി ഉള്ളു നമുക്ക് പോവാം. ഓർ 100 മേ ബി. യു ആസ്ക് യുവർ സെൽഫ് ഇഫ് there is no end. ഇതിന് ഒരു അവസാനം ഇല്ലേന്ന് ചിന്തിക്കും. യു ലുക്ക് അറ്റ് യുവർ കമ്പാനിയൻ ആൻഡ് ഹി ലുക്സ് അറ്റ് യു. ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അപ്പൊ ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടല്ലോ. യു ഡ്രോ ഇൻസ്പിറേഷൻ ഫ്രം ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടും. ആൻഡ് ദെൻ വിത്തൗട്ട് ഫസ്റ്റ് ബീങ് അവെയർ ഓഫ് ഇറ്റ് യു ആർ അറ്റ് ദ സമ്മിറ്റ്. അങ്ങനെ ചിന്തിച്ച് സമാധാനം ഇങ്ങനെ നടന്ന് അവസാനം സമ്മിറ്റിൽ എങ്ങനെയോ നമ്മൾ അറിയാതെ തന്നെ എത്തിപ്പെടും.
ലുക്കിംഗ് റൗണ്ട് ഫ്രം ദ സമ്മിറ്റ് യു ടെൽ യുവർ സെൽഫ് ദാറ്റ് ഇറ്റ് വാസ് വർത്ത് വൈൽ. ആ സമ്മിറ്റ്, ആ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിന് അത്രത്തോളം നമുക്കതിന്റെ ബെനിഫിറ്റ് ഉണ്ടെന്ന്. അതർ സിൽവറി പീക്സ് അപ്പിയർ ത്രൂ ദ ക്ലൗഡ്സ്. നല്ല സിൽവർ കളറിലുള്ള പീക്ക് മൗണ്ടൻ ഇങ്ങനെ ആ ക്ലൗഡിന്റെ താഴെ അപ്പിയർ ചെയ്തേക്കുന്നതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇഫ് യു ആർ ലക്കി ദ സൺ മേ ബി ഓൺ ദം. സണ്ണൊക്കെ വന്ന് സണ്ണിന്റെ റെഡ് ലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ ആ മൗണ്ടൻ കണ്ടാൽ ഭയങ്കര ഭംഗിയാണ്. ദ സറൗണ്ടിങ് പീക്സ് ലുക്ക് ലൈക്ക് എ ജുവൽഡ് നെക്ലേസ് അറൌണ്ട് ദ നെക്ക് ഓഫ് യുവർ സമ്മിറ്റ്. അപ്പൊ അവിടെയുള്ള പീക്കുകളൊക്കെ ഇങ്ങനെ എന്താണ് ഗോൾഡൻ കളർ സണ്ണിന്റെ അടിച്ചു കഴിയുമ്പോൾ എന്താണ് ഒരു നെക്ലേസ് പോലെ ആണ് തോന്നുന്നത്. ഒരു എന്താണ് ആ മലയിൽ ഒരു നെക്ലേസ് ഇട്ടേക്കണ പോലെയാണ് തോന്നുന്നത്. ബിലോ യു സീ വാസ് വാലി സ്ലോപ്പിംഗ് ഇൻ ടു ദ ഡിസ്റ്റൻസ്. താഴെ നിങ്ങൾക്ക് ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള വാലി, ആ താഴ്വാരങ്ങൾ കാണാൻ പറ്റും അകലെ നിന്ന്. ഇറ്റ് ഈസ് എൻ എന്നോബ്ലിംഗ് എൻറിച്ചിങ് എക്സ്പീരിയൻസ് ടു ജസ്റ്റ് ലുക്ക് ഡൗൺ ഫ്രം ദ സമ്മിറ്റ് ഓഫ് ദ മൗണ്ടൻ. അപ്പൊ അതൊരു വിവരിക്കാൻ സാധിക്കാത്ത, മനസ്സിന് അത്രയും സന്തോഷം നൽകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ. യു ബോ ഡൗൺ ആൻഡ് മേക്ക് യുവർ ഒബിസൻസ് ടു വിച്ച് എവർ ഗോഡ് യു വർഷിപ്പ്. അപ്പൊ അവിടെ നിന്നിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഹെഡ് താഴ്ത്തിയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് നന്ദി പറയും. എന്തിനാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീൻ എന്നെ ജീവിതത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചതിന്. നിങ്ങളുടെ ഗോഡിനോട്, നിങ്ങൾ വർഷിപ്പ് ചെയ്യുന്ന ഏത് ഗോഡാണോ ഗോഡിനോട് നിങ്ങൾ താങ്ക് യു പറയും. ഐ ലെഫ്റ്റ് എവറസ്റ്റ് എ പിക്ചർ ഓഫ് ഗുരു നാനാക്ക്. അദ്ദേഹം ആരാധിക്കുന്നത് ഗുരു നാനാക്കിനെ ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഗുരു നാനാക്കിന്റെ ഒരു പിക്ചർ ആ മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ വെച്ചു. റെവാത്ത് ലെഫ്റ്റ് എ പിക്ചർ ഓഫ് ഗോഡസ് ദുർഗ. അപ്പൊ കൂടെ ഫ്രണ്ട്സ് കമ്പാനിയൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അവരുടെ കൂടെയാണ് പോയത്. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന രാവത്ത് ദുർഗാ ഗോഡിന്റെ ഒരു പിക്ചർ ആണ് വെച്ചത്. പൂഡോർജി ലെഫ്റ്റ് എ റെലിക് ഓഫ് ദ ബുദ്ധ. ഇപ്പൊ ബുദ്ധയുടെ ചെറിയൊരു റെലിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രൂപം. ഓക്കെ. എഡ്മണ്ട് ഹിലാരി ഹാഡ് ബറീഡ് എ ക്രോസ് അണ്ടർ എ കെയിൻ, ദാറ്റ് മീൻസ് എ ഹീപ്പ് ഓഫ് റോക്സ് ആൻഡ് സ്റ്റോൺസ് ഇൻ ദ സ്നോ. എഡ്മണ്ട് ഹിലാരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, മൗണ്ട് എവറസ്റ്റ് കയറിയ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഒരു റോക്കിന്റെ സ്റ്റോണിന്റെ അടിയില് ഒരു കുരിശ്, ക്രോസ് ഉണ്ടല്ലോ, കുരിശ് വെച്ചു. ദീസ് ആർ ദ സിംബൽസ് ഓഫ് കോൺക്വസ്റ്റ് ബട്ട് റെവറൻസ്. അപ്പൊ അതൊരു ബഹുമാനത്തിന്റെ ചിഹ്നങ്ങളാണ്. ഇതെല്ലാം ദൈവത്തെ ബഹുമാനിക്കുന്നതിന്റെ ഒരു ചിഹ്നമായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഈ കയറിയവരെ വെച്ചത്. കാരണം ദൈവത്തിന്റെ സഹായം കൂടി അവിടെ ആവശ്യമാണ്. ദ എക്സ്പീരിയൻസ് ഓഫ് ഹാവിംഗ് ക്ലൈംബ് ടു എവറസ്റ്റ് ചേഞ്ച് യു കംപ്ലീറ്റ്ലി. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ദർ ഇസ് അനദർ സമ്മിറ്റ്, ഇറ്റ് ഇസ് വിത്തിൻ യുവർ സെൽഫ്. ഓൾറെഡി പറഞ്ഞു, നമുക്ക് വേറൊരു സമ്മിറ്റും കൂടി ഉണ്ട്. എന്താണ്? നമ്മുടെ മനസ്സിന്റെ ഉള്ളില്, നമ്മുടെ മനസ്സിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് സന്തോഷിക്കുന്ന മൊമെന്റ്. ഇറ്റ് ഇസ് ഇൻ യുവർ ഓൺ മൈൻഡ്. ഈച്ച് മാൻ ക്യാരീസ് വിത്തിൻ ഹിംസെൽഫ് ഹിസ് ഓൺ മൗണ്ടൻ പീക്ക്. ഹി മസ്റ്റ് ക്ലൈംബ് ഇറ്റ് ടു റീച്ച് ടു ദ ഫുള്ളർ നോളജ് ഓഫ് ഹിംസെൽഫ്. ഇറ്റ് ഈസ് ഫിയർഫുൾ ആൻഡ് അൺസ്കെയിലബിൾ. അപ്പൊ അത് മനസ്സിന്റെ ഒരു നോളജിന്റെ ടോപ്പായിരിക്കാം. അതൊരു എന്താണ്, ആർക്കും അളക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. ഇറ്റ് കനോട്ട് ബി ക്ലൈംബ് ബൈ എനിവൺ എൽസ്. അതിൽ ആർക്കും ക്ലൈംബ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ തന്നെ ക്ലൈംബ് ചെയ്യണം. യു യുവർസെൽഫ് ഹാവ് ടു ഡു ഇറ്റ്. ദ ഫിസിക്കൽ ആക്ട് ഓഫ് ക്ലൈംബിംഗ് ടു ദ സമ്മിറ്റ് ഓഫ് എ മൗണ്ടൻ ഔട്ട്സൈഡ് ഇസ് akin to the act of climbing the mountain within. അപ്പൊ ഏറ്റവും എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് the mountain climbing to the summit without in the akin of the act of climbing mountain within. Akin എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റഡ് ടു നേച്ചർ ഓർ ക്വാളിറ്റി ഓർ ക്യാരക്ടർ. സോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉള്ള ആ സമ്മിറ്റിൽ എത്തുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ഇഫക്റ്റ് ഓഫ് ബോത്ത് ക്ലൈംബ്സ് ആർ സെയിം, വെദർ ദ മൗണ്ടൻ യു ക്ലൈംബ് ഇസ് ഫിസിക്കൽ ഓർ ഇമോഷണൽ. ഫിസിക്കൽ ഫീലിംഗും ഇമോഷണൽ ഫീലിംഗും സ്പിരിച്വൽ ഫീലിംഗും എല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ദ ക്ലൈംബ് വിൽ സർട്ടൻലി ചേഞ്ച് യു. തീർച്ചയായിട്ടും ആ ഒരു ക്ലൈംബ് നിങ്ങളുടെ മനസ്സിനെ മാറ്റും, നിങ്ങളുടെ ക്യാരക്ടറെ മാറ്റും. ഇറ്റ് ടീച്ചസ് യു മച്ച് അബൌട്ട് ദ വേൾഡ് ആൻഡ് അബൌട്ട് യുവർ സെൽഫ്.
നിന്നെക്കുറിച്ചും നിങ്ങളുടെ വേൾഡിനെ കുറിച്ചും എല്ലാം നമ്മൾ നന്നായി പഠിക്കും. അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. ഐ വെഞ്ചർ ടു തിങ്ക് ദാറ്റ് മൈ എക്സ്പീരിയൻസ് ആസ് ആൻ എവറസ്റ്റർ ഹാഡ് പ്രൊവൈഡഡ് മീ വിത്ത് ദ ഇൻസ്പിറേഷൻ ടു ഫേസ് ലൈഫ് ഓർഡീൽസ് അബ്സല്യൂട്ട്ലി. ഇപ്പൊ ഓർഡീൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിലെ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളെയെല്ലാം വളരെ ഈസി ആയിട്ട് എനിക്ക് എന്താണ് ഫേസ് ചെയ്യാൻ പറ്റി ഈ ഒരു എക്സ്പെഡിഷൻ കൊണ്ട്. ക്ലൈംബിംഗ് ദ മൗണ്ടൻ വാസ് എ വർത്ത് വൈൽ എക്സ്പീരിയൻസ്. The conquest of the internal summit is equally worthwhile. അപ്പൊ മൗണ്ട് എവറസ്റ്റ് കയറിയതും മനസ്സിന്റെ ടോപ്പ് പൊസിഷനിൽ എത്തിയത് രണ്ടും എനിക്ക് വർത്ത് വൈൽ ആണ്, എനിക്ക് വാല്യുബിൾ ആണ്. The internal summits are perhaps higher than Everest. ഒരു പക്ഷേ എന്റെ മനസ്സിന്റെ ഉള്ളിലെ സമ്മിറ്റ് ആയിരിക്കണം ആ കേറിയ ഒരു ഫിസിക്കൽ ക്ലൈംബിങ്ങിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയത്, കുറച്ചെങ്കിലും എന്ന് പറയാണ്. കാരണം അതൊക്കെ കയറി കഴിഞ്ഞ് ലൈഫ് ലോങ് മനസ്സിലൊരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതാണ് ലെസൺ. ലെസൺ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.